ഗുഡ് ഈവനിങ് ട്രേഡേഴ്സ്. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. ഇന്ന് ഞായറാഴ്ച ദിവസമാണ്. നമ്മുടെ മാർക്കറ്റ് ഔട്ട്ലുക്കാണ്. വരും ആഴ്ചയിലെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സ്റ്റോക്ക് ന്യൂസും ഗ്ലോബൽ അപ്ഡേറ്റ്സുകളും എല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ചാനൽ നിങ്ങളുടെ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാ ദിവസവും രാവിലെ 7:30ക്കും വൈകിട്ട് 7 മണിക്കും പോസ്റ്റ് മാർക്കറ്റും പ്രീ മാർക്കറ്റും നമ്മൾ ചെയ്യുന്നുണ്ട്. ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് വളരെയധികം അത് ഉപകാരപ്പെടും. കഴിഞ്ഞ ആഴ്ചയിലെ നിഫ്റ്റിയുടെ ചാർട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിനു മുമ്പ് ഈ മാർച്ച് മാസത്തിലെ ഏറ്റവും അവസാനത്തെ ഒരാഴ്ചയിലേക്കൊക്കെ നമ്മൾ കടന്ന് വന്നിട്ടുണ്ട്. അടുത്ത ആഴ്ച മാർക്കറ്റ് ഉണ്ടെങ്കിൽ കൂടിയും തിങ്കളാഴ്ച ഹോളി കാരണം മാർക്കറ്റ് അവധി, വെള്ളിയാഴ്ച ഗുഡ് ഫ്രൈഡേ കാരണം മാർക്കറ്റ് അവധി. പ്രാക്ടിക്കലി അടുത്ത ആഴ്ച 3 ദിവസം മാത്രമാണ് മാർക്കറ്റ് ഉള്ളൂ. അപ്പോൾ ഈ ഒരു മാസത്തിൽ ഏകദേശം ഒരു 8 ദിവസം മാത്രമാണ് ഉള്ളൂ. അപ്പോൾ മന്ത്ലി എക്സ്പയറിയുടെ എല്ലാ പ്രശ്നങ്ങളും എല്ലാം തന്നെ റിഫ്ലക്റ്റ് ചെയ്യപ്പെടാം ഈ ഒരു ആഴ്ചയിലായിരിക്കും. നിഫ്റ്റിയുടെ ചാർട്ട് നമ്മൾ നോക്കാം. നിഫ്റ്റിയുടെ 30 മിനിറ്റ് ദൈർഘ്യമുള്ള ക്യാൻഡിലാണ്, ഒരാഴ്ചയിലെ ക്യാൻഡിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ എക്സ് ആക്സിസിൽ മാർച്ച് 11 9:15 കാണാം. അതായത് കഴിഞ്ഞ തിങ്കളാഴ്ച 9:15 അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് ആക്സിസിൽ എക്സ് ആക്സിസിൽ എന്താ കാണാം? ടൈം കാണാം. വൈ ആക്സിസിൽ കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ വാല്യൂ, അതായത് നിഫ്റ്റി 22,514 തിങ്കളാഴ്ച ദിവസം 9:15 മാർക്കറ്റ് ഓപ്പൺ ആയത്. അതിനുശേഷം ഈ ഒരാഴ്ചയിൽ നമ്മൾ കാണാൻ സാധിക്കും 22,514 നിന്ന് നിഫ്റ്റി 21,850 വരെയുള്ള ലോയൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 500 പോയിന്റിൻ്റെ അടുത്ത് നിഫ്റ്റി ഒരേ ഡയറക്ഷനിലേക്ക് ഇടിവ് രേഖപ്പെടുത്തി. ഇപ്പോൾ ക്ലോസിംഗ് വാല്യൂ എല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിഫ്റ്റി ഏകദേശം ഒരു 500 പോയിന്റ് ഇടിഞ്ഞു എന്നുള്ളത് കഴിഞ്ഞ ആഴ്ചയിലെ നിഫ്റ്റിയുടെ വീക്ക്ലി ക്യാൻഡിൽ കാണുമ്പോൾ കാണാൻ നമുക്ക് സാധിക്കും. കഴിഞ്ഞ ആഴ്ചയിൽ ഇത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സുകളിലും എസ്പെഷ്യലി PSU കമ്പനികളിലും എല്ലാം തന്നെ വലിയ തോതിൽ ഇടിവ് രേഖപ്പെടുത്തി. അപ്പോൾ PSU കമ്പനീസ് എല്ലാം തന്നെ ഓവർ ബോട്ട് സോണിലാണ്. അതുപോലെ തന്നെ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിൽ സെബി കുറച്ച് റെസ്ട്രിക്ഷൻസ് എല്ലാം തന്നെ കൊണ്ടുവന്നിട്ടുള്ളതെല്ലാം തന്നെ ഈ ഒരു സെക്ടറുകളിൽ ഇടിവിന് കാരണമായി. ഇനി ഈ ഒരു ആഴ്ചയിലെ ന്യൂസ് ഹെഡ്ലൈൻസ് നോക്കുകയാണെങ്കിൽ എല്ലാ ആളുകളും കാത്തിരുന്ന ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ കഴിഞ്ഞ സാറ്റർഡേ നമ്മുടെ ഇലക്ഷൻ പ്രഖ്യാപിച്ചു. അപ്പോൾ ലോക്സഭാ ഇലക്ഷൻ ഏകദേശം 7 ഫേസുകളിലായിട്ടാണ് നടത്തപ്പെടുക. ഏപ്രിൽ 19 തുടങ്ങുന്ന ഈ ഒരു ഇലക്ഷൻ ജൂൺ 4 വരെ നീണ്ടു നിൽക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഇന്നത്തെ ഒരു ന്യൂസ്. അപ്പോൾ ഇത്ര വലിയൊരു ബൃഹത്തായിട്ടുള്ള ഒരു ഇലക്ഷനാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ ഏപ്രിൽ 19 മുതൽ ജൂൺ 4 വരെയാണ് ഈ ഒരു ഇലക്ഷൻ ഉണ്ടാവുക. അപ്പോൾ അത്രയും നാൾ മാർക്കറ്റിൽ നമ്മൾ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ അൺയൂഷ്വലായിട്ടുള്ള ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ഉണ്ടാകാം. കൂടാതെ തന്നെ സെബി T+0 സെറ്റിൽമെൻറ്റ് മാർച്ച് 28 മുതൽ പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഒരു സ്റ്റോക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇന്ന് തന്നെ നമ്മളുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് മാറ്റപ്പെടുന്ന ഒരു സിസ്റ്റമാണ് T+0 സെറ്റിൽമെൻറ്റ്. എല്ലാ സ്റ്റോക്കുകളിലും അല്ല, തിരഞ്ഞെടുത്ത സ്റ്റോക്കുകളിൽ മാത്രം. അതിനുശേഷം അത് റിവ്യൂ ചെയ്തതിന് ശേഷം അത് എല്ലാ സ്റ്റോക്കുകളിലേക്കും വ്യാപിപ്പിച്ചേക്കാം. ഇനി ന്യൂസ് 18ൻ്റെ ഒപ്പീനിയൻ പ്രകാരം ഇപ്പോഴത്തെ റൂളിംഗ് പാർട്ടിയായിട്ടുള്ള BJP തന്നെ വീണ്ടും അധികാരത്തിലേക്ക് വന്നേക്കാം എന്നുള്ള അവരുടെ സർവേ ഉണ്ട് എന്നുള്ള ഒരു ന്യൂസാണ് നമുക്ക് ഈ ഒരു ന്യൂസ് ഇന്നത്തെ ഹെഡ്ലൈൻസ് ഉള്ളത്. അപ്പോൾ ഇനി അങ്ങ് മുന്നോട്ട് ഇലക്ഷനും അതായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസുകളായിരിക്കാം കൂടുതൽ മാർക്കറ്റിനെ സ്വാധീനം ചെലുത്തുക. ഗ്ലോബൽ ക്യൂസിനേക്കാളും ലോക്കൽ ക്യൂസ് ആയിരിക്കും ഉണ്ടാവുക. കാരണം ഏകദേശം ഒരു 5 വർഷത്തെ ഇടവേളയിൽ നടത്തപ്പെടുന്ന ഈ ഒരു ഇലക്ഷൻ കഴിഞ്ഞ ഇലക്ഷന് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അറിയാം മാർക്കറ്റിൽ എത്രമാത്രമായിരുന്നു മാർക്കറ്റിലുണ്ടായിരുന്ന ആ ഒരു വോളറ്റിലിറ്റി. ഇലക്ഷനിലേക്ക് വരുമ്പോൾ നമുക്ക് 7 ഫേസുകളിലായിട്ടാണ് ഇലക്ഷൻ ഉള്ളത്. ഫസ്റ്റ് ഫേസ് ഏപ്രിൽ 19 22 സ്റ്റേറ്റ്, കേരള ഉൾപ്പെടെയുള്ള ഡൽഹി, കേരള, തമിഴ്നാട്, പഞ്ചാബ്, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ 22 സ്റ്റേറ്റുകളിൽ ഏപ്രിൽ 19 ഫസ്റ്റ് ഫേസ്. സെക്കൻഡ് ഫേസ് ഏപ്രിൽ 26 89 മണ്ഡലങ്ങളിൽ, അതാത് മണ്ഡലങ്ങളുടെ പേരുണ്ട്. തേർഡ് ഫേസ് മെയ് 7 94 മണ്ഡലങ്ങളിൽ. നാലാമത്തെ ഫേസ് മെയ് 13 96 മണ്ഡലങ്ങളിൽ. അഞ്ചാമത്തെ ഫേസ് മെയ് 20 49 മണ്ഡലങ്ങളിൽ. അങ്ങനെ വലിയ തോതിലാണ് ഈ ഒരു ഇലക്ഷൻ വരുന്നത്. അപ്പോൾ അത്രയും നാളും ഉണ്ടാവും മാർക്കറ്റിലെ വോളറ്റിലിറ്റി. ഇനി നമുക്ക് അടുത്ത ആഴ്ചയിലെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള ഈവൻറ്റുകൾ നോക്കാം. കഴിഞ്ഞ ആഴ്ച
ഇന്ത്യയിൽ നിന്നും US നിന്നെല്ലാം തന്നെ ഇൻഫ്ലേഷൻ ഡേറ്റയും ഇന്ത്യയുടെ WP ഡേറ്റ എല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ വളരെ മികച്ച രീതിയിലുള്ള ഡേറ്റയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഒരു എക്കണോമിക് ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ വളരെ കംഫർട്ടബിളാണ്. ഇലക്ഷൻ കാരണം ഉണ്ടാകുന്ന ഈ ഒരു വോളറ്റിലിറ്റിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അടുത്ത ആഴ്ചയിലെ ഗ്ലോബൽ ഈവൻറ്റ് നോക്കുകയാണെങ്കിൽ US നിന്ന് നമുക്ക് ഡേറ്റ് വൈസ് പോകാം. മാർച്ച് 18 ചൈനയിൽ നിന്ന് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ 7:30 AM. യൂറോസോണിൻ്റെ ഇൻഫ്ലേഷൻ ഡേറ്റ 3.5. മാർച്ച് 19 US നിന്ന് ബിൽഡിംഗ് പെർമിറ്റ്, ജർമ്മനിയിൽ നിന്ന് എക്കണോമിക് സെൻറ്റിമെൻറ്റ്സ്, UK ഇൻഫ്ലേഷൻ ഡേറ്റയുണ്ട്. മാർച്ച് 20 US നിന്ന് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരും. 11:30 PM ചൈനയിൽ നിന്ന് ലോൺ പ്രൈം ഡേറ്റ, യൂറോസോണിൻ്റെ പ്രസിഡൻറ്റിൻ്റെ സ്പീച്ച്, ജർമ്മനിയുടെ ഇൻഫ്ലേഷൻ, UK ഇൻഫ്ലേഷൻ. മാർച്ച് 21 ഫെഡറൽ ഓപ്പൺ കമ്മിറ്റിയുടെ പ്രസ് മീറ്റ്, മാനുഫാക്ചറിംഗ് PMI അതെല്ലാം US നിന്നാണ്. ജർമ്മനിയിൽ നിന്ന് മാനുഫാക്ചറിംഗ് PMI, UK നിന്ന് സർവീസ് PMIയും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനും വരും. കൂടാതെ തന്നെ മാർച്ച് 22 ജർമ്മനിയിലെ ബിസിനസ് ക്ലൈമറ്റ് ഡേറ്റ, UK റീറ്റെയിൽ സെയിൽസ്, ഇന്ത്യയുടെ ബാങ്ക് ലോൺ ഗ്രോത്ത് ഡേറ്റ. അപ്പോൾ ഇന്ത്യയിലെ അടുത്ത ആഴ്ച വലിയ പ്രധാന ഈവൻറ്റുകളൊന്നും ഇല്ലെങ്കിൽ കൂടി ഗ്ലോബൽ ഈവൻറ്റുകൾ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് പെട്ടെന്ന് ഈ ഒരു സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. JSW എനർജി 500 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള വിൻഡ് പ്രൊജക്റ്റ് അവർക്ക് കിട്ടി. ഡ്രോണാചാര്യ കമ്പനിക്ക് ഇന്ത്യയിലെ ഡിഫൻസ് മിനിസ്ട്രിയുടെ ഭാഗത്തു നിന്ന് ഒരു ഓർഡർ കിട്ടി. റെയിൽടെയിലിന് 130 കോടി രൂപയുടെ ഓർഡർ കിട്ടി. IT റിട്ടേൺ, ഈ ഒരു ക്രിപ്റ്റോയൊക്കെ ട്രേഡ് ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കുക. IT റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ അത് കാണിക്കുക. 30% ഫ്ലാറ്റ് ബിസിനസ് ഇൻകമാണ് ക്രിപ്റ്റോക്ക് ഉള്ളത്. ഷാൽബി ഹീലേഴ്സ് ഹോസ്പിറ്റലിന് 100% അക്യൂർ ചെയ്തു. IPOയിലേക്ക് വരുമ്പോൾ KP ഗ്രീൻ എനർജി ഏകദേശം 1.25 ടൈംസ് ഓവർ സബ്സ്ക്രൈബ് ആയിട്ടുണ്ട്. IPO ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് കമ്പനിക്ക് 3000 കോടി രൂപയുടെ ഓർഡർ കിട്ടി. RVNLന് 400 കോടി രൂപയുടെ ഓർഡർ കിട്ടി. ലുപ്പിന് US ഡ്രഗ് കൺട്രോൾ അതോറിറ്റി അവരുടെ പ്ലാന്റിൽ ഇൻസ്പെക്ഷൻ നടത്തി കുറച്ച് കൺസേൺ റൈസ് ചെയ്തിട്ടുണ്ട്, ശ്രദ്ധിക്കുക. NHPC കമ്പനിക്ക് പുതിയ സോളാർ പവർ പ്രൊജക്റ്റ് ഗുജറാത്തിൽ നിന്ന് ഓർഡർ കിട്ടി. KSBക്ക് 300 കോടി രൂപയുടെ ഓർഡർ കിട്ടി. സൈഡസ് ലൈഫ് സയൻസ് കമ്പനിക്ക് അവരുടെ പുതിയ മെഡിസിന് US ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം കൊടുത്തു. സൽസാർ ടെക്നോ 178 കോടി രൂപയുടെ ഓർഡർ കിട്ടി. അനൂപ് എഞ്ചിനീയറിംഗ് ബോണസ് ഷെയർ മാർച്ച് 20 ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഐക്കോൺ എഞ്ചിനീയറിംഗ് കമ്പനി 600 കോടി രൂപയുടെ ഓർഡർ കിട്ടി. ആദാനി പുതിയ US നിന്ന് കൈക്കൂലി കേസുകൾ US റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള ന്യൂസ്. ആദാനി സ്റ്റോക്കുകൾ ശ്രദ്ധിക്കുക. 5 പൈസ മൾട്ടി കമ്മ്യൂണിറ്റി എക്സ്ചേഞ്ച് ആയിട്ടുള്ള MCX 5 പൈസേനെ ഫർദറായിട്ട് പുതിയ ക്ലയൻസിനെ ഓൺബോർഡ് ചെയ്യുന്നത് വിലക്കിയിട്ടുണ്ടെന്നുള്ള ന്യൂസാണ് ഈ ഒരു മൊമെൻറ്റിലുള്ളത്. എല്ലാ ദിവസവും രാവിലെ ഏതൊക്കെ പുത്തൻ ന്യൂസുകളായിട്ട് നമ്മൾ എത്തുന്നുണ്ട്. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം നാസ്ഡാക്കും ഡോയും റെഡിൽ അടച്ചിരുന്നു. കൂടാതെ തന്നെ അതിൻ്റെ മുകളിൽ നോക്കുകയാണെങ്കിൽ യൂറോപ്യൻ മാർക്കറ്റ് മിക്സ്ഡ് ആയിരുന്നു. അതിന് മുകളിൽ ഏഷ്യൻ മാർക്കറ്റ് റെഡിലായിരുന്നു. ബിറ്റ്കോയിൻ 2500 പോയിൻ്റ് ഇടിഞ്ഞ് 66,000 എത്തി നിൽക്കുകയാണ്. 73,000 പോയ ബിറ്റ്കോയിന് ആയിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു മൊമെൻറ്റിലുള്ള ന്യൂസുകൾ. നാളെ രാവിലെ ഏതൊക്കെ വിശദമായിട്ടുള്ള പ്രീ മാർക്കറ്റ് എത്താം. താങ്ക് യു ഓൾ.